ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മുടെ ഒരു മൈൻഡുമായി ഒരു ഡിറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട്സ്, ഇമാജിനേഷൻസ്, ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് തോട്ട്സ് ആണല്ലോ മൈൻഡ് എന്നൊക്കെ പറയും. സോ ഈ ഒരു പ്രോസസ്സായി മൈൻഡുമായി ഒരു ഡിറ്റാച്ച്മെന്റ് എങ്ങനെ മെഡിറ്റേഷനിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ദ വെരി പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വാച്ചിങ് ആണ്, വാച്ചിങ് ഓഫ് മൈൻഡ്. എല്ലാ മെഡിറ്റേഷൻ ടെക്നിക്സിലും പലതരം മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ മെഡിറ്റേഷൻ ടെക്നിക്സിന്റെയും ഒരു 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 ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത് വാച്ചിങ് ആണ്. അതിൽ വാച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, അതായത് വാച്ചിങ് ദ മൈൻഡ് എന്നൊരു പ്രോസസ്സ് എല്ലാത്തരം മെഡിറ്റേഷൻ ടെക്നിക്സിലും ഉണ്ട്. സോ ഈ വാച്ചിങ് എന്ന പ്രോസസ്സ്, അതിൽ മെഡിറ്റേഷനിൽ നമ്മൾ വാച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിനെ വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് വാച്ച് ചെയ്യുന്നു. ഈ വാച്ചിങ്ങിലൂടെ നമ്മുടെ നമ്മുടെ അവയർനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ അവയർനെസ് ഇൻക്രീസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു വാച്ചിങ് എന്ന പ്രോസസ്സിലൂടെ മൈൻഡുമായി ഒരു ഡിറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മൈൻഡിനെ ഈ വാച്ചിങ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മിക്ക ടെക്നിക്സിൽ നമ്മൾ പറയാറുള്ളത് വാച്ച് ദ മൈൻഡ്. വെൻ യു ആർ സിറ്റിംഗ് സൈലന്റ്ലി വിത്ത് ക്ലോസ്ഡ് ഐസ്, ട്രൈ ടു വാച്ച് ദ മൈൻഡ്. അതായത് മൈൻഡിന്റെ കോണ്ടന്റ്സിനെ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു തോട്ട്സ്, ഇമാജിനേഷൻസ്, ഡ്രീംസ്, പലതരം പ്രൊജക്ഷൻസ്, ഇതിനെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മൈൻഡിൽ പലതരം ഇത് വരുന്നുണ്ട്. സോ ഇതെല്ലാം കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദ വെരി പ്രോസസ് ഓഫ് വാച്ചിങ് ക്രിയേറ്റ്സ് എ ഡിറ്റാച്ച്മെന്റ് വിത്ത് യുവർ മൈൻഡ്. സോ മൈൻഡുമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇറ്റ്സ് ഹാപ്പനിങ് ടു ലൈക്ക് യു ആർ നോട്ട് അഫക്റ്റഡ് വിത്ത് ഇറ്റ്. നമ്മൾ ഒട്ടും അഫക്റ്റഡ് ആവുന്നില്ല മൈൻഡിലെ കാര്യങ്ങളിലോട്. മൈൻഡിൽ പലതരം ഉണ്ടായിരിക്കും, പലതരം തോട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ അതുമായിട്ട് ഐഡന്റിഫിക്കേഷൻ സംഭവിക്കുന്നില്ല, തോട്ട്സുമായി ഐഡന്റിഫൈഡ് ആകുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഹാപ്പനിങ് ഇൻ എ ഫിലിം സ്ക്രീൻ. ഒരു ഫിലിം സ്ക്രീനിൽ നടക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. അതായത് ഒരു ഫിലിമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് വാച്ചിങ്ങിൽ കിട്ടുന്നത്. സോ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ വാച്ചിങ് എന്ന ഒരു പ്രോസസ്സ് ഡെവലപ്പ് ആയതോറും നമുക്ക് മൈൻഡുമായുള്ള ആ ഒരു ഐഡന്റിഫിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഐഡന്റിഫിക്കേഷൻ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മൈൻഡുമായി ഒരു ഡിറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നോർമൽ കേസസിൽ നമ്മൾ എപ്പോഴും ഐഡന്റിഫൈഡ് ആണ്, നമ്മൾ മൈൻഡുമായി വല്ലാതെ ഐഡന്റിഫൈഡ് ആണ്, തോട്ട്സുമായി ഐഡന്റിഫൈഡ് ആണ്. സോ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ മൂലമാണ് നമ്മളെ മൈൻഡിന്റെ അനുസരിച്ച് നമ്മുടെ മൂഡ് മാറുന്നത്. അതായത് ഇപ്പം ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു ബാഡ് തോട്ട് വന്നാൽ ഉടനെ നമ്മുടെ മൂഡും അതിനനുസരിച്ച് മാറുന്നു. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് ഗ്രോയിങ് ഇൻ മെഡിറ്റേഷൻ, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വാച്ചിങ് എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ then you are not affected by any thoughts. തോട്ട്സ് നമ്മളെ അഫക്ട് ചെയ്യത്തില്ല. തോട്ട്സ് ഇങ്ങനെ ഒരു സ്ക്രീനിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിനെ ഒരു വാച്ചറായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് ഒരു ഫിലിം സ്ക്രീനിൽ ഉള്ളതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അതിനെ ഒരു നല്ലൊരു മൂവി പോലെ, ചിലപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൽ സാഡ് ആയിട്ടുള്ള പാട്ടും കാണും, ഹാപ്പി ആയിട്ടുള്ള പാട്ടും കാണും, ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് ഐഡന്റിഫൈഡ് വിത്ത് ഇറ്റ്. യു ആർ ജസ്റ്റ് എ ഡിസ്റ്റന്റ് വാച്ചർ ഓഫ് വാട്ട്സ് എവർ ഹാപ്പനിങ് ഇൻ ദ മൈൻഡ്, ദ സ്ക്രീൻ ഓഫ് മൈൻഡ്. സോ ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്കില്ല് നമുക്ക് മെഡിറ്റേഷനിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ മെഡിറ്റേഷൻ ഉദ്ദേശം അതാണ്, ടു ബ്രേക്ക് ദ ഐഡന്റിഫിക്കേഷൻ വിത്ത് യുവർ മൈൻഡ് ആൻഡ് make yourself aware that you are not the mind, you are not the body, you are just consciousness. നമ്മൾ ബോധമാണ്, നമ്മൾ ബോധമുള്ള ഊർജ്ജമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക്, വി ആർ കോൺഷ്യസ്നസ് എന്ന ഒരു അൾട്ടിമേറ്റ് തിരിച്ചറിവിലേക്കാണ് നമ്മളെ മെഡിറ്റേഷൻ കൊണ്ടുപോകുന്നത്. സോ അതിന്റെ ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് യു ഹാവ് ടു ബ്രേക്ക് യുവർ അറ്റാച്ച്മെന്റ് വിത്ത് യുവർ മൈൻഡ് ആസ് വെൽ ആസ് യുവർ ബോഡി. സോ മൈൻഡുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ബോഡിയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും ബ്രേക്ക് ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് നടക്കും. So that's why the process of watching your actions, watching your mental processes, ഈ ഒരു വാച്ചിങ് എന്നൊരു പ്രോസസ്സാണ് നമുക്ക് ആ ഒരു ഐഡന്റിഫിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത്. It breaks the identification with it breaks the attachment with your mind, with the mental projections. So that's in this video. എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.